കാറ്റാടിത്തണലും. റെയിൽവേ ക്രോസ്. കണ്ണല്ല, ഇതാണ് ഒരു കുഴപ്പം. എപ്പോഴും റോട്ടിൽ കൂടെ എങ്ങനെ പോകണം. ബ്ലോക്ക് അല്ല, റെയിൽവേ ക്രോസ് ആണ്. റെയിൽവേ അടച്ചിട്ടില്ല. ഫ്രണ്ട്സ് ഇപ്പോൾ ട്രെയിൻ വരും, നോക്കിയോ. ട്രെയിൻ ഈ ചെറിയ ട്രെയിൻ പാസഞ്ചറാണ് കേട്ടോ. അത് പാസഞ്ചറാണ്, പാസഞ്ചർ. കുറച്ചൊക്കെ ബ്ലോക്കാണ്. ആ സൈഡ് വണ്ടികളുണ്ട്, തിരികെയാണ് ഇവിടെ ബ്ലോക്കാണ്. എല്ലായിടത്തും അങ്ങനെ. മെയിനായിട്ട് ബൈക്ക് ഓടിക്കണതാണ്. ഫുൾ ബ്ലോക്കാണ്. ഫുൾ നമ്മൾ ഈ ബൈക്കിൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ബൈക്കിൻ്റെ എയർ ചെക്ക് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. ഏട്ടമുണ്ട്, ഏട്ടൻ എയർ ചെക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ചെറുതോടെ ഓടയില്ല. അപ്പോൾ എയറൊക്കെ ചെക്ക് ചെയ്ത് ഓടയില്ല. അല്ലെങ്കിൽ എയറൊക്കെ ഓടയിൽ നമുക്ക് നല്ലതാണ്. നമുക്ക് നമ്മളെ വീട്ടിൽ പോകാൻ വേണ്ടി 300 കിലോമീറ്റർ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകണം നമ്മൾ. നമ്മളിവിടെ നിന്ന് എയർ അടിച്ചില്ല. നമ്മൾ വണ്ടിയിൽ അടിക്കുന്നത് നൈട്രജൻ അടിക്കില്ല. അപ്പോൾ ഇനി വേറെ എവിടെ നിന്ന് അടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിനി നൈട്രജൻ ഉള്ള സ്ഥലത്തിന് നിർത്തണം. അവിടെ നൈട്രജൻ സാധാ എയറേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഗൈസ്. നമ്മളെ കുറച്ച് റെസ്റ്റ് എടുത്ത് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. കുറച്ച് കരിമ്പ് ജ്യൂസ്. അതാ ഗൂഗിൾ പേ എടുക്കാം. ഗൂഗിൾ പേ തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലമെത്തി ജ്യൂസ് കുടിച്ചിട്ട് പോവാം. കരിമ്പ് ജ്യൂസ്, മുസാമ്പി ജ്യൂസ്, 2 ജ്യൂസ്. അതുണ്ടാക്കണം കേട്ടെ. നമ്മൾ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാം. കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കണം മിഷൻ. ഇതിനാണ് കരിമ്പ് ജ്യൂസ് എടുക്കുന്നത്. ഇതിന്റെ അവസ്ഥയാണ് കഴിച്ചിട്ട് ഞങ്ങളുടെ അവസ്ഥ. വെയിലൊക്കെ. ഫ്രണ്ട്സ്, നമ്മളൊരു കരിമ്പ് ജ്യൂസും ഒരു മൊസമ്പി ജ്യൂസും ഓർഡർ ചെയ്തു. ഇത് കരിമ്പ് ജ്യൂസ്. അടിപൊളി. 5 കിട്ട അടിപൊളി.
ഫുൾ സ്ട്രൈറ്റ് റോഡ് സ്ട്രൈറ്റ് റോഡ്. നൈട്രജൻ കിട്ടി, നൈട്രജൻ. കുറവായിരുന്നോ? ഫ്രണ്ട് ടയറിൽ 11% കാണിക്കണം. ഫ്രണ്ട് പോകുമ്പോഴേ നമുക്ക് വണ്ടി അങ്ങ് സ്മൂത്ത് ആവുക, മൈലേജ് കിട്ടില്ല. നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ അതേപോലെ നമ്മൾ കാറ്റാടി, ദൂരെ കാറ്റാടി കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു വഴി കൂടെ പോകാൻ ഒരു ഷോർട്ട് കട്ട് വഴി പോകാൻ. ഇതിനെ കുറച്ച് അടുത്ത് ഇവിടെ കാണാൻ പറ്റും. ബാക്കിയെല്ലാം ദൂരം ഇഷ്ടം പോലെ ഉണ്ടാക്കി, ഇഷ്ടം പോലെ കാണാത്ത ദൂരത്ത് ഇഷ്ടം പോലെ. വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാട് മാത്രം. ഗൈസ് നമ്മൾ കുറേ നേരം ഇങ്ങോട്ട് വന്നപ്പം ഒരു സാധനം കണ്ടേ, നമുക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് പോയിട്ട് നല്ല വെയിലാണ്, ആരിലൊക്കെ ഒന്ന് വഴക്കുറഞ്ഞ ഓടാം. ഗൈസ് എന്താണെന്ന് അറിയുമ്പോൾ ഇതാണ് സൺഫ്ലവർ, സൂര്യകാന്തി. ആണ്ടാ ഇതെല്ലാം വാടി, ഇതെല്ലാം കരിഞ്ഞു പോയി. ഫുള്ള് തന്നെ ഈ തന്നെ, ഈ പാണ ഫുള്ള് ഇത് തന്നെ സൂര്യകാന്തി. നോക്കിയോ ഗൈസ്, ഇവിടെ ഈ പ്രദേശം ഫുള്ളും സൂര്യകാന്തി പൂവൻ. സൂര്യകാന്തി പൂവിൻ്റെ മുളക് എന്താ നമ്മളവിടെ കൊണ്ടാട്ടം മുളക്. നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ കുറേ പ്രദേശം സൂര്യകാന്തി പൂ കണ്ടത്. വന്ന വഴി ഫുള്ള് അത് തന്നെ സൂര്യകാന്തി പൂ. പിന്നെ ഇറങ്ങി വീടെടുക്കാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ ഇനി സ്ട്രൈറ്റ് റോഡ്, കുറേ നേരം സ്ട്രൈറ്റ് റോഡാണ്. നേരെ പോയി കാരണം കോവിൽപ്പെട്ടി വേണം. നമ്മൾ കോവിൽപ്പെട്ടിയല്ലേ കോവിൽപ്പെട്ടി അവിടെ വണ്ടി കഴിഞ്ഞ് നമ്മൾ നിർത്തി. ഇത് അവിടെയാണ് അത് കണ്ടത്. നമ്മൾ വന്നോണ്ട് വീഡിയോ ഉള്ളൂ. കൊണ്ടാട്ട മുളക് അത് അവിടെയാണ് കൊണ്ടാട്ട മുളക്. ഈ പ്രദേശത്ത് കൊണ്ടാട്ട മുളക് സൂര്യകാന്തി പൂന്ന് തന്നെ ഫുൾ കൃഷി. പിന്നെ അങ്ങ് ഫുൾ ബാക്കിൽ ഫുള്ളും മറ്റേ കാറ്റാടി. അപ്പോൾ അതേ വണ്ടി എടുത്ത് പോകാൻ കുറേ നേരം വണ്ടി ഓടിച്ച് മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലോട്ട് റൂട്ട് കയറി. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഒരു 15 കിലോമീറ്ററിന് അടുത്ത് മെയിൻ റോഡ് കയറാൻ. കുറേ നേരം ഓടിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തി. ഇവിടെ വെള്ളം വെച്ചിരുന്ന് ഇപ്പോൾ കാണാനില്ല. ബുദ്ധിമേ വെള്ളം പോയി ഗൈസ്, വണ്ടി വെള്ളം പറഞ്ഞ വഴിക്ക് എവിടെയോ ഒരു തെറിച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് അവിടെ ഒച്ച ഇളകി പോകും. വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി. ഇനി പോണ വഴിക്ക് അതും കടയിൽ മേടിച്ച് വെള്ളം മേടിക്കാം. ഇനിയുണ്ട് ഗൈസ്, ഇനി 225 കിലോമീറ്റർ ഉണ്ട് ഇനി കൊല്ലം പോകാൻ. പതിയപ്പോൾ ഇനി കഴിക്കണം. 1 മണി വിശക്കുന്നു. ഇനി കുറേ അപ്പുറത്ത് പോയിട്ട് നല്ല ഹോട്ടലിൽ വരുമ്പോൾ കഴിക്കാം. ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും വണ്ടി നിർത്തി.
തളർന്നു, ബൈക്ക് ഓടിച്ച് തളർന്നു. ഗൈസ് ഇവിടെ നോക്ക് ഗൈസ്, നല്ല പുളിമരം, നല്ല തണല്, കഴുകന്റെ കൂട്. കഴുകന്റെ കൂടുണ്ടാണ്. കഴുകൻ്റെ നല്ല കാക്ക കൂടായിരിക്കും. കോവിൽപ്പെട്ടി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ശങ്കരൻ കോവിൽ റൂട്ടാണ് ഗൈസ്. ഇനി 4 മണിക്കൂർ ഇവിടെ നിന്ന് വീട്ടിലെത്തേക്ക്. ഗൈസ് കൊച്ചു വേണം താങ്കൾ. ലേക്കാണ് ഗൈസ്, കൊച്ചു ലേക്കാണ്. ശരിക്കും താറാവുണ്ട് ഇതിനകത്ത്, ശരിക്കും താറാവ് കിടക്കുകയാണ്. നല്ല കാട്ടു താറാവ്. അതിൻ്റെ ഫാമിലി കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്ന ലേക്കാണ്. ഇഷ്ടം പോലാണ് കിട്ടിയില്ലേ എടുക്കുമ്പോൾ അറിയാം. ഗൈസ് ഞങ്ങളങ്ങനെ ആട്ടും കൂട്ടം കത്തി ഗൈസ്. മാത്രമേ നേരിട്ട് കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട് ഗൈസ്. ഇവിടെ അണ്ണന്മാർ മീൻ പിടിച്ചോണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ മീൻ പിടിനെ കാണാൻ വേണ്ടി വന്നു. ചോദിച്ച് വീഡിയോ എടുക്കട്ടാന്ന്. ഇഷ്ടം പോലെ കിട്ടും മീൻ. അതിൽ അപ്പൂവ് മാത്രമല്ല അടിപൊളിയായിട്ട് മീൻ പിടിച്ച്. മണിക്കൂട്ടാ എങ്ങനെ ഉണ്ടെന്ന് മതി. അപ്പൂവിന് അത്രയും മീനുള്ളൂ, മറ്റേ 2 മീൻ ഇട്ടല്ലേ. ഇതെന്നെ മീൻ താത്ത? ജിലേബിയാ? ఇది +2 యా అదే కొట్టు ನಾನು ಕೂಡ ಕೊಡ್ತೀನಿ ಮಾಪ್ಲ ಅವರು ಬಿಡಿದೇ ಇರ್ತಾರೆ ಬಾಯ್ ಬಂದೆ ಕೊಡಕணும் இப்போ இரும் ஆனுக்குள்ளே நான் போடுவேன் இங்கலாம் போடும் മാപ്ല അടിപൊളിയാട്ടാ, നല്ല എക്സ്പീരിയൻസ് ആണ് ഗൈസ്. പണ്ട് ഞങ്ങൾ തോട്ടിലൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പം കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടും, ഉടനെ കിട്ടും. ഇപ്പോൾ കുറേ മീനെ ഇപ്പം തന്നെ കുറേ, നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ മീൻ കിട്ടും. ഗൈസ് ഒരു സാധനം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് ഇളന്തച്ചെടി, ഇളന്തപ്പഴം എന്ന് പറയും. ഇതാണ് ചെടി. ഇതിനകത്ത് ശരിക്കും കായകളുണ്ട്. ഞാൻ ഡെമോ കാണിച്ചു തരാം. ഗൈസ് ഇതാണ് ഇളന്തപ്പഴം. ഇതേട്ടാ മറ്റായി ഇളന്തപ്പഴം എന്ന് വെച്ചാൽ ഇളന്തപ്പഴോടാ ഗൈസ്. ഞാൻ കാണിച്ചു ഇപ്പം കാണിച്ചു. എന്തോ കാട്ടിൽ നിന്ന് ചെടിയൊക്കെ പറിച്ചിട്ട് പഴമൊക്കെ പറിച്ചിട്ട് വന്നിട്ട് ഇളന്തപ്പഴം ഒന്ന് പഴം എന്തോ വന്നിട്ട് എന്തോ പഴത്തിൻ്റെ പേര് പറഞ്ഞത് കഴിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും. അല്ല വിശക്കാവില്ലാണോ എന്തോ നിങ്ങൾ കയറ്. കിട്ടി ഗൈസ്. ഇംഗ്ലീഷ് ഒന്നും Do you call this fruit yours language? എന്തൊക്കെയാണോ എന്തോ ഞാൻ എടുത്ത് കളയാൻ പോണു. എന്നെ കാണോ? ആ നീ എന്നെ കഴി. കഴിയാത്
അവ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് ഗൈസ്. പക്ഷെ അത് ഇളന്നപ്പോഴാണ് കേട്ടളേ കാറ്റാടിത്തണലും കേട്ടാ ഗൈസ്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് തൊട്ടടുത്ത് കാണാൻ കിട്ടിയിരിക്കുന്നു. ഇത് നല്ല സ്ലോവാ കറങ്ങയാണ്. ഇത് അതിന് അപ്പുറത്ത് നിൽക്കുന്നവരുണ്ടാവും. വേഗതയില്ല, കാറ്റില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇനി പവർ അത്രയും ഉള്ളതാണ്. നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. കണ്ട ഗൈസ്, പുതിയ ചങ്ങ കണ്ട. ഹലോ ഗൈസ്, നമ്മളിവിടെ ഇപ്പം തെങ്കാശി കേരള തെങ്കാശി ഏകദേശം അടുത്തെത്താറായി. ഏകദേശം ഇനി കാണിക്കാനൊന്നുമില്ല. നമ്മൾ വന്ന വഴിയെല്ലാം തെങ്കാശി എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ വേളാങ്കണ്ണി ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ട്രിപ്പ് വരുന്നതായിരിക്കും. അപ്പം അടുത്ത ഇനി വീഡിയോ വരുന്നതും വരെ ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം കാണാം. മെയിനായിട്ട് കമൻറ്റ് ഇടുക ഗൈസ്, അടുത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന്. എവിടെ പറഞ്ഞാലും പോകും വിത്തിൻ 1 വീക്കിനകത്ത്. ഓക്കെ, ചാലഞ്ച്. ബൈ. ബൈ.